ഹായ് സ്റ്റുഡൻസ്, 5th യൂണിറ്റായ അവർ എർത്ത് എന്ന യൂണിറ്റാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് എർത്ത് പറയുന്നൊരു മോണലോഗാണ്. എർത്ത് നമ്മളോട് സംസാരിക്കുന്നത് പോലെയുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. ഐ ആം ദ എർത്ത്, ഞാനാണ് ഭൂമി. ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഐ വാസ് എ ബേണിംഗ് സ്ഫിയർ. ബില്യൺസ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു? ഒരു കത്തിജ്വലിക്കുന്ന തീഗോളമായിരുന്നു. ലേറ്റർ ഓൺ ഐ വാസ് കൂൾഡ് ഇൻ ദ ഇൻസസെൻറ്റ് റെയിൻ. പിന്നീട് വന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം ഞാൻ തണുത്തുപോയി. ഇറ്റ് ടുക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോർ ലിവിങ് ബീയിങ്സ് ടു അപ്പിയേഴ്സ്. അതിനുശേഷം എന്താണ്? മില്യൺസ് ഓഫ് ഇയർ കഴിഞ്ഞിട്ടാണ് ജീവജാലങ്ങൾ ഭൂമിയിൽ അപ്പിയർ ചെയ്ത് തുടങ്ങിയത്. You know that I am the only one to have life among the planet in the solar system. സോളാർ സിസ്റ്റത്തിൽ ആളുകൾ താമസിക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് ഭൂമിയാണ്. ഐ ഹാവ് എവ്രിതിങ് ടു സപ്പോർട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട എല്ലാം എന്നിലുണ്ട്. എയർ ടു ബ്രീത്ത്, ശ്വസിക്കാനുള്ള വായുണ്ട്. വാട്ടർ ടു ഡ്രിങ്ക്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. ആൻഡ് ആൾ ഫോർ അതർ യൂസസ്, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുള്ള വെള്ളമുണ്ട്. ദെൻ സോയിൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് സോൺ, മണ്ണ് പ്ലാന്റ് ഗ്രോത്തിനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മണ്ണുണ്ട്. ഹാവ് യു റീഡ് ദ മോണലോഗ് ഓഫ് എർത്ത്? എർത്തിൻ്റെ മോണലോഗ് നിങ്ങൾ വായിച്ചോ? How beautiful is the surface of earth with its rivers, mountains, valleys and plains. ഭൂമിയുടെ സർഫസ്, ഉപരിതലം എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമാണ്. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മരങ്ങളും മലകളും പുഴകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ബട്ട് വാട്ട് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്? പക്ഷെ ഭൂമിയുടെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്കറിയോ? ലെറ്റ് us എക്സ്പ്ലോർ ദ ഇന്നർ സീക്രറ്റ്സ് ഓഫ് എർത്ത്. ആ ഒരു ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ്, ആ ഒരു സീക്രറ്റ്സ് പഠിക്കുകയാണ് ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. ഇൻ ടു ദ ഇൻറ്റീരിയർ, ഭൂമിയുടെ ഉള്ളിലേക്ക്. വി ആർ അവെയർ ഓഫ് ദ ടെമ്പറേച്ചർ ഓൺ ദ എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിലുള്ള ടെമ്പറേച്ചർ നമുക്കറിയാം. നമ്മൾ ജീവിക്കുന്നത് സർഫസിലാണ്, അപ്പോൾ അവിടെ ചൂട് തണുപ്പൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്. പക്ഷേ ഭൂമിയുടെ ഉള്ളിൽ എന്താണ്? അതികഠിനമായ ചൂടാണ്. ദ ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇൻറ്റീരിയർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി. 5500 ഡിഗ്രിയാണ് ഭൂമിയുടെ ഏറ്റവും സെൻറ്ററിലുള്ള ടെമ്പറേച്ചർ. ഡു യു നോ ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? ക്യാൻ യു ഇമാജിൻ ദ ഹീറ്റ് ഓഫ് 5500 ഡിഗ്രി സെൽഷ്യസ്? ഒരു വെള്ളം തിളക്കാൻ ആകെ 100 ഡിഗ്രി സെൽഷ്യസ് മതി. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചൂടായിരിക്കും എന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഹാവ് യു ഹേർഡ് ഓഫ് മൈൻസ്? മൈനുകളെ പറ്റി കേട്ടിട്ടുണ്ട്, അതായത് ഖനികൾ. നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് പോകുന്നതാണ് മൈൻസ്. ഡു യു നോ ഹൗ മെനി കിലോമീറ്റർ ഡീപ്പ് ദ ഡീപ്പസ്റ്റ് മൈൻ? ഏറ്റവും ആയം കൂടിയ മൈന് എത്ര കിലോമീറ്റർ ആണെന്നറിയോ? എബൌട്ട് 12 കിലോമീറ്റേഴ്സ്. ആകെ 12 കിലോമീറ്റർ മാത്രമാണ് മനുഷ്യന് കുഴിച്ച് അടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ ക്യാൻ റീച്ച് ഈവൻ ദാറ്റ് ഫാർ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ്. അത്രയും ആയത്തിൽ വെറും 12 കിലോമീറ്റർ തന്നെ മനുഷ്യൻ എത്തുന്നത് എങ്ങനെയാണ്? മെഷീൻസും ഒരുപാട് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന പല മെറ്റീരിയൽസും ഉണ്ടല്ലോ, അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, പിന്നെ മൈനുകളിൽ നിന്നും ലഭിക്കുന്ന ഇൻഫർമേഷൻസിലൂടെയും ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് പഠിക്കാം. ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്കിൽ സമയത്ത് ഉണ്ടാവുന്ന വേവ്സ്, തരംഗങ്ങളുടെ ഒരു മോഷനൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടും ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. സ്ട്രക്ചർ ഓഫ് ദ എർത്ത്, നമ്മളെ എർത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്? ഇൻറ്റീരിയർ ഓഫ് എർത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, അത് ഒബ്സർവ് ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ നോക്കാൻ. എന്നിട്ട് താഴെ എഴുതുക, ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഭൂമിയുടെ ഉൾഭാഗം എന്താണ്? പല തട്ടുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? ക്രസ്റ്റ്. ഏറ്റവും പുറത്തെ ലെയർ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ദ സെക്കൻഡ് ലെയർ ഈസ് കോൾഡ് മാൻഡിൽ. ആൻഡ് പിന്നെയോ ദ ഇന്നർ മോസ്റ്റ് ലെയറിനെ നമ്മൾ ഇന്നർ കോർ, ഔട്ടർ കോർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നർ മോസ്റ്റ് ലെയറിനെ കോർ എന്ന് വിളിക്കുന്നു. ആ കോറിനെ ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഡ് യു റെക്കഗ്നൈസ് ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എർത്ത്? എർത്തിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ?
By collecting information from the description given and analyzing the figure, prepare a note on the interior of the earth. Interior of earth എന്നുള്ള ടൈറ്റിലിൽ നിങ്ങളോട് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് ഈ പിക്ചർ നോക്കിയിട്ട്. അപ്പോൾ എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യാം? നിങ്ങളിവിടെ പോയിൻ്റ് ആക്കിയിട്ട് എഴുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം എന്താണ്, ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്ന് എഴുതാം. പിന്നെ ഔട്ടർ ലെയർ ക്രസ്റ്റ് ആണെന്നും, അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ മാൻറ്റിൽ എന്നും, ഇന്നർ ലെയറിന് കോർ എന്നും, ആ കോർ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ എന്നും, ഇത്രയും പോയിൻറ്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഓരോ ലെയേഴ്സിനെ കുറിച്ച് നോക്കാം. Crust is the outermost and relatively thin layer of earth. എർത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള അതുപോലെ തന്നെ ഏറ്റവും കട്ടി കുറഞ്ഞുമായിട്ടുള്ള ലെയറാണ് ക്രസ്റ്റ്. ദിസ് ലെയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. കട്ടിയുള്ള സോളിഡായിട്ടുള്ള കല്ലുകൾ കൊണ്ടാണ് ഈ ക്രസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ദ ക്രസ്റ്റ് ഹാസ് 2 parts, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഇസ് തിക്കർ ദാൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റാണ് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാളും കട്ടിയുള്ളത്. ദ ആവറേജ് തിക്നെസ് ഇസ് 30 kilometers. 30 കിലോമീറ്ററാണ് ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ്. ഇൻ ദ മൗണ്ടെയിൻ ഏരിയ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഹാസ് തിക്നെസ് അബൌട്ട് 70 kilometers. ഈ പർവ്വതങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് 70 കിലോമീറ്റർ വരെ തിക്നെസ് ഉണ്ട്, കനമുണ്ട്. ബട്ട് ദ ആവറേജ് തിക്നെസ് ഓഫ് ഓഷ്യാനിക് ക്രസ്റ്റ് ഇസ് 5 kilometers. ഓഷ്യാനിക് ക്രസ്റ്റ് പൊതുവേ തിക്നെസ് കുറവാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആവറേജ് തിക്നെസ് എത്രയാണ്? 5 kilometers ആണ്. അതിന് നെക്സ്റ്റ് ലെയർ എന്താണ്? മാൻറ്റിലാണ്. മാൻറ്റിൽ ഇസ് എ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് തൊട്ട് താഴെ വരുന്ന ലെയറാണ് മാൻറ്റിൽ. ദിസ് ഇസ് റിലേറ്റീവ്ലി തിക്ക്. ഇതും റിലേറ്റീവ്ലി തിക്കാണ്. ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു 2900 kilometers. അപ്പോൾ അതിൻ്റെ തിക്നെസ് എത്രയാണ്? 2900 kilometers വരെ ഉണ്ട്. ദ പാർട്ട് ഓഫ് എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ. മാൻറ്റിലും അതുപോലെ തന്നെ ഈ ക്രസ്റ്റിൻ്റെ മുകൾ ഭാഗവും കൂടി ചേർന്നതിനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ. ദ പാർട്ട് ബിലോ ദ ലിത്തോസ്ഫിയർ. ഇനി ലിത്തോസ്ഫിയറിൻ്റെ തൊട്ടടിയിലുള്ള ഭാഗം വിച്ച് ഈസ് എൻ്റെ മോൾട്ടൻ സ്റ്റേജ്. ഒരു മോൾട്ടൻ സ്റ്റേജ്, ഇങ്ങനെ ഉരുകി ദ്രാവകമായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഡ്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾ. ഒരുപാട് റോക്ക് പാർട്ടിക്കിൾ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ആ ഒരു ലിത്തോസ്ഫിയറിൻ്റെ താഴെ കാണുന്ന ഭാഗം. ഇതിന് നമ്മൾ എസ്തനോസ്ഫിയർ എന്നാണ് വിളിക്കുക. അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പാർട്ടും കൂടിയ ഭാഗത്തിന് ലിത്തോസ്ഫിയറും അതിന് തൊട്ട് താഴെ വരുന്ന ഒരു മോൾട്ടൻ ആയിട്ടുള്ള ഭാഗത്തെ എന്നും എസ്തനോസ്ഫിയർ എന്നും പറയുന്നു. ദ പോർഷൻ ബിലോ എസ്തനോസ്ഫിയർ ഇസ് സോളിഡ് സ്റ്റേറ്റ്. ആ ഒരു എസ്തനോസ്ഫിയറിൻ്റെ താഴെ വരുന്ന ഭാഗം എന്താണ്? സോളിഡ് സ്റ്റേജിലാണ്. ദെൻ നെക്സ്റ്റ് ലെയർ കോറാണ്. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഇസ് കോർ. ആ മാൻഡിലിൻ്റെ അടിയിൽ വരുന്ന ഭാഗം കോറാണ്. ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻ ടു ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. ഔട്ടർ കോർ ഇന്നർ കോർ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോർ എങ്ങനെയാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലുമാണ്. മാറിപ്പോയത്, ഔട്ടർ കോർ ലിക്വിഡിലും ഇന്നർ കോർ സോളിഡിലുമാണ്. ദ കോർ ഇസ് മെയിൻലി മെയ്ഡപ്പ് ഓഫ് മെറ്റൽ ലൈക്ക് നിക്കൽ ആൻഡ് അയൺ. നിക്കലുകളും അയണും, ഈ 2 മെറ്റലാണ് ഈ കോറിൽ മെയിനായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോറിന് NiFe, നിക്കലിൻ്റെ ഷോർട്ട് ഫോമായി Niയും അയണിൻ്റെ ഷോർട്ട് ഫോമായ Feയും ഇട്ടുകൊണ്ട് NiFe എന്ന് പറഞ്ഞ് കോൾ ചെയ്യാറുണ്ട്. ദ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഇസ് എബൌട്ട് 5500 degrees Celsius. ഭൂമിയുടെ ഇന്നർ കോറിലെ ടെമ്പറേച്ചർ എത്രയാണ്? 5500 degrees Celsius ആണ്. അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം ബൈ ഇൻക്ലൂഡിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് എർത്ത്സ് ഇൻറ്റീരിയർ. ഇപ്പോൾ മുകളിൽ നമ്മൾ നോക്കിയ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ലെയേഴ്സിന് കുറച്ച് പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം വരുന്നത് ക്രസ്റ്റാണ്. ക്രസ്റ്റ് എന്നാണ് ഔട്ടർ മോസ്റ്റ് ലെയറാണ്. പിന്നെ മെയ്ഡപ്പ് ഓഫ് സോളിഡ് റോക്ക്, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ മാൻറ്റിലാണ്. ദ ലെയർ അപ് ടു 2900 kilometer ബിലോ ദ ക്രസ്റ്റ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കൊടുക്കാം? ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിലും കൂടിയ ലിത്തോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ എന്താണ്? ലോവർ പാർട്ട്. അതിൻ്റെ ലോവർ പാർട്ട് എന്താണ്? മോൾട്ടൻ സ്റ്റേറ്റിലാണ്. അതിനെ എസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഈ 2 പോയിൻറ്റ്സോടെ ആഡ് ചെയ്യാം. ഇനി കോറിനെ കുറിച്ച് എന്തൊക്കെ പറയാം? ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് NiFe എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൊടുക്കാം. പിന്നെ ടെമ്പറേച്ചർ ഓഫ് ഇന്നർ കോർ എത്രയാണ്? 5500 degrees Celsius എന്നും കൊടുക്കാം. ഇത്രയും പോയിൻറ്റ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
Features of each layer of Earth's interior are given below in the table. Draw a smiley towards the correct one and a sad symbol towards wrong one. കറക്റ്റ് ആയതിന് ആ ഒരു സ്മൈലിയും റോങ് ആയതിന് ആ ഒരു സാഡ് ആയിട്ടുള്ള ഇമോജിയും കൂടെ കൊടുക്കാനാണ്. അപ്പോൾ ഓരോന്നും വായിച്ചു നോക്കാം. ദ ക്രസ്റ്റ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് എർത്ത് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്. ശരിയല്ലേ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് നമ്മൾ ക്രസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്മൈലി വരച്ച് കൊടുക്കുക നിങ്ങൾ. ലിത്തോസ്ഫിയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. അപ്പർ പാർട്ട് ഓഫ് മാൻഡിലും ക്രസ്റ്റും കൂടിയ ഭാഗത്തിനാണ് ലിത്തോസ്ഫിയർ എന്ന് പറയാം. ശരിയാണ്. അപ്പോൾ അതിലും സ്മൈലി വരക്കാം. ദ എസ്തനോസ്ഫിയർ ഇസ് ദ മോൾട്ടൻ പാർട്ട് ഫോംഡ് ബൈ മോൾട്ടൻ റോക്ക് പാർട്ടിക്കിൾ. മെൽറ്റായിട്ടുള്ള റോക്ക് പാർട്ടിക്കിൾ കൊണ്ടുള്ള ഭാഗമാണ് എസ്തനോസ്ഫിയർ. ശരിയാണ്. അതിലും സ്മൈലി ആഡ് ചെയ്യുക. ദ ഔട്ടർ കോർ ഇസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. യെസ്, കറക്റ്റാണ്. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലുമാണ്. അപ്പോൾ അതും കറക്റ്റാണ്. അതിലും ആ സ്മൈലി ആഡ് ചെയ്യുക. ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് ആർ ടു പാർട്സ് ഓഫ് ദ ക്രസ്റ്റ്. കറക്റ്റാണ്. ക്രസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോണ്ടിനെൻ്റലും ഓഷ്യാനിക്കും. ആ ഒരു പോയിൻറ്റും അപ്പോൾ കറക്റ്റാണ്. അതിനും സ്മൈലി ഇടാം. ദ കോർ ഇസ് ആൾസോ നോൺ ആസ് NIFE. അതും കറക്റ്റാണ്. അപ്പോൾ ഇതിലെ എല്ലാ പോയിൻറ്റ്സും കറക്റ്റാണ്. എല്ലാത്തിനും നിങ്ങൾ ആ ഒരു സ്മൈലിയുടെ ഇമോജി ആഡ് ചെയ്ത് കൊടുക്കുക. Illustrate the structure of Earth in a chart by giving separate color for each layer. Write the features and display it in class. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എർത്തിൻ്റെ സ്ട്രക്ചർ ഒരു ചാർട്ടിൽ കളേഴ്സൊക്കെ കൊടുത്ത് വരയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കൂടെ എഴുതി കൊടുക്കുക. With the title The Interior Feature of the Earth, prepare notes by including additional information. The Interior Feature of Earth എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. Now you are aware of basic facts about Earth's interior. ഇപ്പോൾ ഭൂമിയുടെ ഉൾവശത്തിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ലെയേഴ്സും ഓരോ ലെയറിലുള്ള അവസ്ഥകൾ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ലെറ്റ് us try to understand some facts regarding the atmosphere that surrounds Earth. ഇനി ഭൂമിയെ ചുറ്റിയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, വായുമണ്ഡലത്തെക്കുറിച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. Earth's atmosphere, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ. How did Earth and its atmosphere transform in the way organisms could survive? ഓരോ ജീവികളും സർവൈവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ മാറുന്നത്? ചില സമയത്ത് തണുപ്പ്, ചില സമയത്ത് ചൂടൊക്കെ ആയി മാറുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ്? The earth, which was in a molten hot state at the time of origin, slowly cooled over in billions of years. എർത്ത് ഉണ്ടായ സമയത്ത് എങ്ങനെയാണ്? ഒരു മോൾട്ടൺ സ്റ്റേറ്റിലായിരുന്നു. അത്രയും ചൂടുള്ള ഒരു ഉരുകിയ അവസ്ഥയിലായിരുന്നു. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം പതിയെ പതിയെ തണുത്ത് വരികയാണ്. ദിസ് പ്രോസസ് റിലീസ്ഡ് ദ ഗ്യാസസ് ഇൻസൈഡ് ദ എർത്ത്. ഈ മഴ വന്നപ്പോൾ, ഈ ചൂട് കുറഞ്ഞ സമയത്ത് എർത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ഗ്യാസസ് പുറത്തേക്ക് വന്നു. ഇവൻച്വലി an air cover containing many gases was formed around the earth. ഈ ഗ്യാസ് എല്ലാം കൂടെ ഒരുമിച്ച് എയറിൻ്റെ ചുറ്റും ഒരു കവറിങ് പോലെ, പല എലമെൻറ്റ്സും പല ടൈപ്പ് ഓഫ് ഗ്യാസസും ഉള്ള ഒരു കവറിങ് പോലെ ഫോം ചെയ്തു. ദിസ് gaseous blanket that covers the earth is known as atmosphere. എർത്തിന് ചുറ്റുള്ള ഈ ഒരു ഗ്യാസിൻ്റെ ഒരു കവറിങ് ഉണ്ടല്ലോ, ഇതിനാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുക. വിത്ത് ദ ഒറിജിൻ ഓഫ് പ്ലാന്റ്സ് ദ അറ്റ്മോസ്ഫിയർ ബിക്കം റിച്ച് ഇൻ ഓക്സിജൻ ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. പിന്നീട് എർത്തിൽ പ്ലാന്റ്സ്, ചെടികളൊക്കെ വളർന്നു തുടങ്ങിയപ്പോൾ ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടാൻ തുടങ്ങി. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര ആർ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള മേജറായിട്ടുള്ള ഗ്യാസസ് ആണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദീസ് ദെയർ ആർ അതർ ഗ്യാസസ്. ഇതിന് പുറമെ എന്താണ്, മറ്റ് ഗ്യാസസ് ഉണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുണ്ട്. വാട്ടർ മോളിക്യൂൾസ്, ജലാംശവും ഉണ്ട്. ലെറ്റ് us see the various gases present in atmosphere and their composition. എന്തൊക്കെയാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ്, ഏതൊക്കെ അളവിലാണത് എന്ന് നോക്കാം. കമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇസ് ദർ അപ് ടു an altitude about 10,000 kilometers ഫ്രം എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് ഏകദേശം 10,000 കിലോമീറ്റർ വരെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. But it is estimated that 97% of the total atmosphere air exists up to the altitude of about 29 kilometers ഓഫ് ദ എർത്ത് സർഫസ്. ഏകദേശം 97% ഓഫ് അറ്റ്മോസ്ഫിയർ എയർ എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? 29 കിലോമീറ്ററിലാണ്. ആസ് ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിക്രീസസ്. ഉയരം കൂടുന്നതോടും അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ
അറ്റ്മോസ്ഫിയർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ ദ ലൈഫ് ഗിവിംഗ് ഗ്യാസ് ഫോർ ഹ്യൂമൻ ആൻഡ് അതർ ലിവിങ് തിങ്സ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് ഹെൽപ്സ് സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ജീവന് അത്യാവശ്യമായിട്ടുള്ള ഓക്സിജൻ, അതുപോലെ തന്നെ ചെടികൾക്ക് അത്യാവശ്യമായ കാർബൺ ഡയോക്സൈഡൊക്കെ ലഭിക്കുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. ദീസ് ടു ഗ്യാസസ് പ്ലേ വൈറ്റൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന 2 ഗ്യാസസാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും. അപ്പാർട്ട് ഫ്രം ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, വാട്ട് ആർ ദ അതർ ഗ്യാസസ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ? ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അല്ലാതെ മറ്റെന്തൊക്കെ ഗ്യാസുകളുണ്ട്? ഒരു പിക്ചറിൽ അത് നോക്കാം. കാണാൻ പറ്റും അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. അതിൽ 78% നൈട്രജൻ ഉണ്ട്, 21% ഓക്സിജൻ ഉണ്ട്, ബാക്കി 1%ൽ ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ, ഇത്രയും ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ട്. വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാണ്? ഇവിടെ നൈട്രജൻ ആണ്. വാട്ട് ഇസ് ദ കമ്പൈൻഡ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ? നൈട്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 78%ഉം 21%ഉം കൂട്ടിയിട്ട് 99% ആണ് അത് രണ്ടും ഉള്ളത്. ബൈ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഫ്രം എർത്ത് സർഫസ് ഈറ്റഡ് ബൈ ദ സൺ ആൻഡ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ആസ് വേപ്പർ ഇസ് കോൾഡ് ഇവാപ്പറേഷൻ. ഇനി എന്താണ് ഇവാപ്പറേഷൻ എന്നാണ് പറയുന്നത്? ഭൂമിയുടെ സർഫസിലുള്ള വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് ഹീറ്റായി വേപ്പറായിട്ട് നീരാവിയായി മുകളിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ ഇസ് ഓൺലി അപ് ടു 90 കിലോമീറ്റേഴ്സ് ഫ്രം എർത്ത് സർഫസ്. ഈ ഇവാപ്പറേഷനിലൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന വാട്ടർ കണ്ടൻറ്റ് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെയാണുള്ളത്. Apart from gases and water molecule, dust particle are also part of the atmosphere. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ഗ്യാസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവാപ്പറേഷൻ വഴി പോകുന്ന വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അതിന് പുറമെ ഡസ്റ്റ് പാർട്ടിക്കിൾ, പൊടിപടലങ്ങളും കൂടിയുണ്ട് അറ്റ്മോസ്ഫിയറിൽ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ നിയർ ദ എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അധികം ഉണ്ടാവാറ്. വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്. ഈ ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ചുറ്റുമായിട്ട് ഈ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തുകൊണ്ടാണ് ക്ലൗഡ്സ് ഉണ്ടാവുന്നത്, മഴമേഘങ്ങൾ ഉണ്ടാവുന്നത്. ഹെൻസ് ദീസ് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ അറ്റ്മോസ്ഫിയർ ആർ കാൾഡ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. അതുകൊണ്ട് തന്നെ ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്നാണ് വിളിക്കാറ്. ലെറ്റ് us see how dust particle reach the atmosphere. എങ്ങനെയൊക്കെയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് പൊടിപടലങ്ങൾ വരാൻ സാധ്യത? അതിൽ ഒന്നാമത്തെ പറയുന്നുണ്ട്, ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. ഭൂമിയുടെ സർഫസിൽ നിന്നും കാറ്റിൽ പൊടിപടലങ്ങളൊക്കെ അറ്റ്മോസ്ഫിയറിൽ വരാം. ദെൻ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ടൈമിൽ ഒരുപാട് പൊടിപടലങ്ങൾ വരാം. ദെൻ ആഷ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ബേണിങ് മെറ്റേഴ്സ് എന്നാൽ ഉൽക്കകളൊക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന പൊടികൾ, ചാരം, ആഷ് എന്ന് പറഞ്ഞാൽ. അതിന് കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ്, നമ്മൾ പല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മൈനിങ്, ഖനനമൊക്കെ ചെയ്യുമ്പോൾ പൊടി വരാം. അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയൊക്കെ പൊടി പടലങ്ങൾ എത്തുന്നു എന്നാണ് ചോദിച്ചത്. സി ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് സഹായിക്കുന്നത്? കോസസ് ദ അറ്റ്മോസ്ഫിയറിക് ഫിനോമിന കോസ് ചെയ്യുന്നു. പ്രൊട്ടക്ട് ഫ്രം ഹാംഫുൾ സൺറൈസ്, ഹാംഫുൾ ആയിട്ടുള്ള സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് അറ്റ്മോസ്ഫിയറാണ്. ദെൻ റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ, ഭൂമിയിലെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സപ്ലൈസ് നെസസറി ഗ്യാസ്, നമുക്ക് ആവശ്യമായ ഗ്യാസസ്, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസ് ഒക്കെ ലഭിക്കുന്നതും അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. താഴെ തന്നിരിക്കുന്ന ഓരോ ഫാക്ടേഴ്സും ഭൂമിയിൽ ജീവനെ നിലനിർത്താൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് എയർ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയ കാര്യങ്ങളാണ്. എയർ എങ്ങനെയാണ് നമ്മളെ ജീവൻ നിലനിർത്തുന്നത്? എയർ ഗിവ്സ് us ഓക്സിജൻ ടു ബ്രീത്ത്, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നു. പ്രൊട്ടക്ട്സ് ഫ്രം ഹാം, അതേപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ബ്രിങ്സ് റെയിൻ, മഴ കൊണ്ടുവരുന്നു. ഹെൽപ്സ് പ്ലാന്റ്സ് ടു ഗ്രോ, പ്ലാന്റ്സിനെ വളരാൻ സഹായിക്കുന്നു. കീപ്സ് അസ് വാം, നമ്മളെന്താണ് വാമായി, ചൂടായിട്ട് ആ ഒരു നല്ല ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹെൽപ്സ് അസ് ഇയർ, നമ്മളെ കേൾക്കാനൊക്കെ സഹായിക്കുന്നു. കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിലൂടെ ശബ്ദ തരംഗങ്ങൾ പാസ് ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. മേക്സ് ലൈഫ് ഓൺ എർത്ത് പോസിബിൾ, ഭൂമിയിൽ
ജീവൻ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം പോസിബിൾ ആക്കുന്നത് അറ്റ്മോസ്ഫിയറാണ്. വാട്ടർ പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ പാർട്ടിക്കിൾസ് അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ടർ പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ എയോ ഹെൽപ്പ് അസ് ബൈ ബ്രിങ്ങിങ് റെയിൻ, മഴ കൊണ്ടുവരാൻ, ഫോർ ക്രോപ്സ് ചെടികൾക്ക് വേണ്ടി, അതുപോലെ കൂളിംഗ് എർത്ത് ഭൂമിയെ ഒന്ന് കൂളാക്കാൻ, അതുപോലെ തന്നെ എന്താണ് ഡ്രിങ്കിങ് വാട്ടർ, ഈ ഒരു മഴയിലൂടെ ഡ്രിങ്കിങ് വാട്ടറും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഡസ്റ്റ് പാർട്ടിക്കിൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ് ഗ്രോത്തിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നു. പിന്നെ ക്ലൗഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞു. ഡസ്റ്റ് പാർട്ടിക്കിളിൽ ഈ ഒരു വാട്ടർ മോളിക്യൂൾസ് കവർ ചെയ്തുകൊണ്ട് ക്ലൗഡ് ഉണ്ടാകുന്നു. ദെൻ ബ്രിങ്ങിങ് റെയിൻ, അങ്ങനെ മഴ വരാൻ സഹായിക്കുന്നു. റിഫ്ലക്റ്റിംഗ് ദ സൺലൈറ്റ്, സണ്ണിലുള്ള ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. റെഗുലേറ്റിംഗ് എർത്ത് ടെമ്പറേച്ചർ, എർത്തിൻ്റെ ടെമ്പറേച്ചറിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നു. Haven't you understood how important the atmosphere is for the survival of all living beings? എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അറ്റ്മോസ്ഫിയർ എത്രത്തോളം ആവശ്യമുള്ള ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇമാജിൻ ദ സിറ്റുവേഷൻ വെൻ അറ്റ്മോസ്ഫിയർ ഇസ് ഗെറ്റ് പൊല്യൂട്ടഡ്. ഇനി ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അത്രയും അത്യാവശ്യമുള്ള ഈ അറ്റ്മോസ്ഫിയർ മലിനമായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൗ ഡസ് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ് പൊല്യൂട്ടഡ്? എങ്ങനെയൊക്കെയാണ് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആവുന്നത്? വാട്ട് ഇസ് ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പൊല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിലെ പൊല്യൂഷനെ പറയാൻ നമ്മൾ എന്ത് ടേമാണ് യൂസ് ചെയ്യുക? അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്നാണ് യൂസ് ചെയ്യാറ്. The mixing up of smoke, toxic gases and other chemical in the air that alters the composition of atmosphere is known as atmospheric pollution. എന്താണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്നുള്ളൊരു ഡെഫിനേഷനാണ്. മിക്സിംഗ് അപ്പ് ഓഫ് സ്മോക്ക്, പുക, അതുപോലെ തന്നെ ടോക്സിക് ഗ്യാസസ്, വിഷമയമുള്ള ഗ്യാസുകൾ, അതുപോലെ അതർ കെമിക്കൽസ്, മറ്റ് കെമിക്കലായിട്ടുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ആ ഒരു എയറിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഫാക്ടറീസിൽ നിന്നുള്ള പുക, അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക. പിന്നെ അടുത്തതായിട്ട് പ്ലാസ്റ്റിക് കൂട്ടി കത്തിക്കുന്നു, പിന്നെ തീയിടുന്നത്, പിന്നെ ഫയർ വർക്ക്സ് ഒക്കെ കാണാം, പിന്നെ വോൾക്കാനിക് ഇറപ്ഷനിലൊക്കെ വരുന്ന പുക. ഇതൊക്കെ എന്താണ്? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് മലിനമാക്കുന്നു. വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് കാരണമാവുന്നത്? ആ പിക്ചറിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടു, അതൊക്കെ ലിസ്റ്റ് ചെയ്താൽ മതി. ബേണിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുക, ദെൻ മൈനിങ് ഉണ്ട്, വെഹിക്കിൾസിൽ നിന്നുള്ള പുക, വൈൽഡ് ഫയർ കാട്ടുതീ, ദെൻ വോൾക്കാനോ, വേറെ ഇപ്പോൾ അവിടെ ഫയർ വർക്ക്സ് പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ട് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസിലെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കൂടുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ഫാക്ടറീസിൻ്റെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു, ഇതൊക്കെ പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ ആസിഡ് റെയിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്താണ് ആസിഡ് റെയിൻ? വെൻ petroleum fuels, diesel, etc. are burned, many gases such as carbon dioxide, carbon monoxide, sulfur dioxide are released to atmosphere. കൽക്കരി, അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ ഇതൊക്കെ കത്തുമ്പോൾ ഒരുപാട് ഗ്യാസസ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഒക്കെ പോലെ ഒരുപാട് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. In the atmosphere, these gases mix with rain water, making it acidic. ഈ അറ്റ്മോസ്ഫിയറിൽ എന്താണ്? ഈ പറഞ്ഞ ഗ്യാസസൊക്കെ മഴവെള്ളമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് റെയിനിനെ അസിഡിക് ആക്കുന്നു. ആൻഡ് റീച്ചസ് ദ എർത്ത് ബൈ ആസിഡ് റെയിൻ. ഈ അസിഡിക് ആയിട്ടുള്ള ഈ ഒരു കെമിക്കൽസൊക്കെ കലർന്ന വെള്ളം മഴയായിട്ട് പെയ്യുന്നതാണ് ആസിഡ് റെയിൻ. ഇഫ് ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഇസ് ലെസ് ദാൻ 5, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസിഡ് റെയിൻ. pH വാല്യൂ, നമ്മുടെ റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ 5-ൽ താഴെയാണെങ്കിൽ അത് ആസിഡ് റെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നു. പ്യുവർ വാട്ടറിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സ്മോഗ് ഇസ് ദ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്ക്, പുക, അതുപോലെ തന്നെ ഫോഗ്, മഞ്ഞ്. ഈ ഒരു പുകയും മഞ്ഞും കൂടെ കൂടി വരുന്ന ഒരവസ്ഥയാണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ് എക്സെട്ര എന്നാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. സ്മോക്ക് എവിടെ നിന്നൊക്കെ വരുന്നു? ഇൻഡസ്ട്രിയിൽ നിന്ന്, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്ന്, നമ്മളെ വാഹനങ്ങളിൽ നിന്ന് ഈ ഓരോ കാര്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു പുകയും പൊടിയൊക്കെ അറ്റ്മോസ്ഫിയറിൽ മിക്സ് ചെയ്യാണ്. മെനി സ്റ്റഡീസ് ഷോ ദാറ്റ് എയർ പൊല്യൂഷൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സ്ട്രോക്ക്, ഹാർട്ട് ആൻഡ് ലങ് ഡിസീസ്. ഈ ഒരു എയർ പൊല്യൂഷൻ കാരണം സ്ട്രോക്ക്, അതുപോലെ തന്നെ ഹാർട്ടിനും ലങ്സിനൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരാമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്.
Hope now you know about the ways in which air gets polluted and the harm caused by it. എങ്ങനെയൊക്കെയാണ് എയർ പൊല്യൂട്ടഡ് ആവുന്നത്, അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി വേരിയസ് സൊല്യൂഷൻ, എങ്ങനെ ഈ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം, ഈ പൊല്യൂഷൻ എങ്ങനെ കുറക്കാം. വാട്ട് കെൻ വി ഡു ടു റെഡ്യൂസ് ദ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്യണം. ആദ്യത്തെ പിക്ചർ എന്നാൽ മരങ്ങൾ നടുന്നു, രണ്ടാമത്തെ പിക്ചറിൽ സോളാർ പാനൽസ് യൂസ് ചെയ്യുന്നു, പിന്നെ കാണാം വെഹിക്കിൾസിന് പകരമായിട്ട് സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നു, സൈക്കിളിൽ നിന്ന് മലിനീകരണമൊന്നും വരുന്നില്ല. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഓരോരുത്തരും ഓരോ വാഹനം എടുത്ത് യാത്ര ചെയ്യുന്ന പകരം ഒരു ബസ്സിൽ എല്ലാവരും കൂടെ പോകുമ്പോൾ വാഹനത്തിൽ നിന്നുള്ള പുക ഒരുപാട് കുറക്കാൻ പറ്റും. So far we have discussed the composition of the atmosphere. Now let's see the structure of atmosphere. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, അറ്റ്മോസ്ഫിയറിൻ്റെ കമ്പോസിഷനാണ്, എന്തൊക്കെ എലമെൻറ്റ്സ് അറ്റ്മോസ്ഫിയറിലുണ്ട് എന്നാണ്. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഘടന എങ്ങനെയാണ് എന്ന് നോക്കാം. ഭൂമിയുടെ ഉള്ളിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ്ഫിയറിലും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. The structure of atmosphere. The atmosphere is classified into 5 different layers based on temperature conditions. ടെമ്പറേച്ചറിനനുസരിച്ച് 5 ലെയറായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ലിസ്റ്റ് ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ലെയറിനെ ട്രോപ്പോസ്ഫിയർ എന്നാണ് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിലാണ് സ്പേസ് വെഹിക്കിൾസ് ഒക്കെ ഉള്ളത്, നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. ഇത്രയും ലെയേഴ്സാണുള്ളത്. ഇനി ഓരോ ലെയേഴ്സ്, ഇവിടെ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയേഴ്സിൻ്റെ പേരും ഇവിടെ എടുത്തെഴുതുക. ഇനി ഓരോ ലെയേഴ്സിനെ കുറിച്ചും കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. ഇനി ഫസ്റ്റ് വരുന്നത് ട്രോപ്പോസ്ഫിയർ. ഇറ്റ്സ് എ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന് ഏറ്റവും താഴെ കാണുന്ന ഭൂമിയുടെ തൊട്ട് മുകളിലെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. ഇറ്റ് ഹാസ് എൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് 13 കിലോമീറ്ററാണ് ട്രോപ്പോസ്ഫിയർ ഉള്ളത്. ദ ഹൈറ്റ് റേഞ്ചസ് അബൌട്ട് 8 കിലോമീറ്റർ അറ്റ് ദ പോൾസ് ആൻഡ് 18 കിലോമീറ്റർ അറ്റ് ദ ഇക്വേറ്റർ. ഭൂമിയുടെ പോൾ ഭാഗത്ത് എന്താണ് 8 കിലോമീറ്റർ, അതുപോലെ തന്നെ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് 18 കിലോമീറ്റേഴ്സുമായിട്ടാണ് വരുന്നത്. ദിസ് ഇസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഇസ് ഹൈ ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ. ഇതിന് കാരണം എന്താണ്, ടെമ്പറേച്ചർ ഇക്വറ്റോറിയൽ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ. ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ ദിസ് ലെയർ. ഈ ലെയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്, ഡസ്റ്റ് പാർട്ടിക്കിളും വാട്ടർ വേപ്പറുമാണ്. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. അറ്റ്മോസ്ഫിയറിൽ ചില ഫിനോമിനൻസ്, അതായത് മഴ, മേഘങ്ങൾ ഉണ്ടാകുന്നത്, സ്നോ, വിൻഡ്, കാറ്റ്, ഇതൊക്കെ വരുന്നത് ഈ ഒരു ലെയറിലാണ്, ഫസ്റ്റ് ലെയറിലാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ട്രോപ്പോസ്ഫിയർ ഇസ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് at the rate of 1 degree Celsius for every 165 meters from the surface of Earth. This is called normal lapse rate എന്ന് പറഞ്ഞൊരു പ്രക്രിയ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി ആയിട്ട് കുറയും. ഇപ്പോൾ എവറി 165 മീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് 165 മീറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മുകളിലേക്ക് പോകുന്തോറും ചൂട് കുറഞ്ഞു വരും. വൈ ഇസ് ദ ട്രോപ്പോസ്ഫിയർ കാൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ? എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ എന്ന് പറയുന്നത്? കാരണം എന്താണ്, ഫസ്റ്റായിട്ട് വരുന്ന ലെയറാണെന്ന് പറയാം. പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള പ്രോസസ്സുകൾ, അതായത് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, ഇതൊക്കെ നടക്കുന്നത് ഈ ലെയറിലാണ്. വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ ഫീൽ കോൾഡ്? എന്തുകൊണ്ടാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലൊക്കെ തണുപ്പ് വരുന്നത്? അത് നമ്മളിവിടെ പറഞ്ഞു, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞ കാര്യം. ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ ചൂട് കുറയും. അപ്പോൾ ഉയരമുള്ള പ്രദേശങ്ങളിൽ ചൂട് കുറവായിരിക്കും. നെക്സ്റ്റ് ലെയർ സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് ഈസ് എ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് എബൌട്ട് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലെ ലെയറാണ്. ദ ആവറേജ് ഹൈറ്റ് ഇസ് എബൌട്ട് 50 കിലോമീറ്റേഴ്സ് ഫ്രം എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മുകളിലാണ് ഉള്ളത്. ഇൻ സ്ട്രാറ്റോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആഫ്റ്റർ എ സ്പെസിഫിക് ഹൈറ്റ്. സ്ട്രാറ്റോസ്ഫിയറിൽ എങ്ങനെയാണ്, കുറച്ച് ഉയരം പോയി കഴിഞ്ഞാൽ പിന്നെ ചൂട് കൂടുകയാണ്.
ഇതിന് മുമ്പത്തെ ലെയറിൽ എങ്ങനെയായിരുന്നു, ഉയരം കൂടുമ്പോൾ ചൂട് കുറഞ്ഞു വരുമായിരുന്നു. ദ ഓസോൺ ലെയർ ഈസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നമ്മൾ പറയുന്ന ഓസോൺ പാളി എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് അബൌട്ട് 25 കിലോമീറ്റർ ഫ്രം ദ സർഫസ്. ഏകദേശം 25 കിലോമീറ്ററിലാണ്, ഭൂമിയുടെ സർഫസിൽ 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഓസോൺ ലെയർ ഉള്ളത്. ഓസോൺ എർത്ത് ഷീൽഡ്. ഓസോൺ എന്താണ്? എർത്തിൻ്റെ ഒരു ഷീൽഡ്, ഒരു പ്രൊട്ടക്ഷനാണ്. The presence of ozone gas in temperature protects the earth by blocking the harmful ultraviolet rays from the sun. സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസിനെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറാണ് ഓസോൺ പറയുന്നത്, ഓസോൺ പാളി. If ultraviolet rays reach Earth's surface at an increased rate, it is harmful to living organism and ecosystem. ഈ അൾട്രാവയലറ്റ് റേസ് എന്നാണ് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവജാലങ്ങൾക്കും പ്ലാന്റ്സിനും എൻ്റെയർ എക്കോസിസ്റ്റത്തിന് തന്നെ എന്താണ്, അപകടമാണ്. വാട്ട് ഹാം ഡസ് അൾട്രാവയലറ്റ് റേസസ് കോസ് ടു എർത്ത്? എന്തൊക്കെ തരത്തിലുള്ള ഹാമാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ടുവരുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കൊളാപ്സ് ഓഫ് ഫുഡ് ചെയിനിൻ്റെ തകർച്ച, ക്രോപ്പ് ഡാമേജ്, കൃഷിയൊക്കെ നശിക്കും. സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ഇല്ലാതാവും, ചെടികളൊക്കെ മുരടിച്ച് പോവും. ഏർലി ഏജിങ്, ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് വയസ്സാവുന്നൊരവസ്ഥ. ബ്ലൈൻഡ്നെസ്, കാറ്ററാക്റ്റ്, കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരാം. ദെൻ സ്കിൻ ക്യാൻസർ, നമ്മളെ തൊലിയിലൊക്കെ ഈ ഒരു റേസ് പതിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട്. ഓസോൺ ഡേ സെപ്റ്റംബർ 16 നമ്മൾ വേൾഡ് ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. The objective behind observing this day is to create awareness among people about the need to protect ozone layer. ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ആവശ്യമാണ്. ഇതിനെ വീണ്ടും വീണ്ടും ആളുകളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. To control the use of products that can cause ozone depletion, ഓസോൺ ലെയറിന് കേടുപാടുകൾ സംഭവിക്കുന്ന ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ കുറക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നത്. വാട്ട് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ഇൻ ദ ക്ലാസ് ആൻഡ് സ്കൂൾ ഓൺ ഓസോൺ ഡേ? എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഓസോൺ ഡേയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുക? പോസ്റ്റർ മേക്കിംഗ്, പിന്നെ ഡിബേറ്റ്സ് നടത്താം, കൊളാഷ് മേക്കിംഗ്, സ്പീച്ചുകൾ, ഇതുപോലത്തെ മത്സരങ്ങളൊക്കെ നടത്താം. ദ നെക്സ്റ്റ് ലെയറാണ് മീസോസ്ഫിയർ. The atmospheric layer extends from about 50 km to 80 km above stratosphere. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് 50 km മുതൽ 80 km വരെ പോകുന്ന ഏരിയയാണ് നമ്മൾ മീസോസ്ഫിയർ എന്ന് വിളിക്കുക. The phenomenon of decrease in temperature with the increase in height is present in this layer also. ഈ ലെയറിലും എന്തുണ്ട്? ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. At an altitude about 80 kilometers from the Earth's surface, temperature drops to 100 degrees Celsius. എന്താണ്? 80 കിലോമീറ്റർ മുകളിൽ പോകുമ്പോൾ ടെമ്പറേച്ചർ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഡ്രോപ്പ് ആവുന്നു, കുറയുന്നു. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ. ഉള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉള്ളത് മീസോസ്ഫിയറിലാണ്. ഏറ്റവും തണുത്ത സ്ഥലം ഏതായിരിക്കും? അപ്പോൾ മീസോസ്ഫിയറാണ്. മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ദാറ്റ് എൻ്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ. ഈ ലെയറിലാണ് ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്ന മെറ്റീരിയൽസ്, ഉൽക്കകളൊക്കെ കത്തുന്നത്. ദെൻ നെക്സ്റ്റ് ലെയറാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ഇസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ലൈസ് അബൌട്ട് 80 to 400 kilometers. ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റിലാണ് തെർമോസ്ഫിയർ ഉള്ളത്. എബവ് ദ മീസോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് എൻ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഇതിലെങ്ങനെയാണ് ടെമ്പറേച്ചർ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക ഈ ഒരു തെർമോസ്ഫിയറിൽ. തെർമോ ആ ഒരു പേരിൽ നിന്ന് ടെമ്പറേച്ചർ എന്ന് ഓർക്കണം. ടെമ്പറേച്ചർ ഉയരം കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ്. ദ ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ഈസ് കാൾഡ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴ്ഭാഗത്തിന് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു ലെയറും കൂടെ ഉണ്ട്. അയണോസ്ഫിയർ an altitude about 80 to 400 kilometers in the atmosphere. Intense solar radiation such as ultraviolet, X-rays etc. converts the gas molecules into ions. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സോളാർ റേഡിയേഷനും അൾട്രാവയലറ്റ് എക്സ്റേസ് ഒക്കെ കാരണം ഗ്യാസ് മോളിക്യൂൾസ് അയോൺസ് ആയിട്ട് മാറുകയാണ്. ദ പ്രോസസ് ഇസ് കോൾഡ് അയണൈസേഷൻ ആൻഡ് ദ റീജിയൻ വേർ ഇറ്റ്സ് പ്രോസസ് ടേക്ക് പ്ലേസ് ഇസ് അയണോസ്ഫിയർ. ഈ ഒരു പ്രോസസ്സിന് അയണൈസേഷൻ എന്നും ഈ പ്രോസസ്സ്
നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്ലേസിനെ അയണോസ്ഫിയർ എന്നും പറയുന്നു. അയോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അയോൺസ് എന്നാണ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ദെയർഫോർ ദിസ് റീജിയൻ എനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിന് ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റീജിയൻ കൂടിയാണിത്. ദെൻ എക്സോസ്ഫിയർ ഇസ് എ അപ്പർ മോസ്റ്റ് ലെയർ. ഏറ്റവും ഉയരത്ത് നിൽക്കുന്ന ലെയറാണ് എക്സോസ്ഫിയർ. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ എക്സോസ്ഫിയർ വിച്ച് ലൈസ് എബവ് 400 കിലോമീറ്റേഴ്സ് ഫ്രം ദ സർഫസ് ഗ്രാജ്വലി ഡിക്രീസസ് ആൻഡ് ദ ലെയർ ബിക്കംസ് എ പാർട്ട് ഓഫ് ഔട്ടർ സ്പേസ്. ഈ ലെയറിൽ എന്താണ്, എയർ മോളിക്യൂൾസ് പൊതുവെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ സ്പേസിൻ്റെ ഒരു ഭാഗമായിട്ടിത് മാറുകയും ചെയ്യും. Prepare identity cards as in the model given below by including the characteristics of Earth's atmosphere. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഓരോ ലെയറിനും ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കൊടുക്കാം? ഇപ്പോൾ നെയിം ഓഫ് ദ ലെയർ കൊടുക്കാം. ഒരു ലെയറിൻ്റെ പേര്, അതിൻ്റെ ഉയരം എത്രയാണ്, പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, അപ്പോൾ ഉയരം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യം, പിന്നെ മറ്റ് ഫീച്ചേഴ്സ്, ഇതൊക്കെ അടങ്ങിക്കാണ്ട് ഓരോ ലെയറിനും ഓരോ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കുക നിങ്ങൾ. ഇത്രയും ഈ പോയിൻ്റ് കൊടുത്ത ഇത്രയും ഇൻഫർമേഷൻസ് ആഡ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു ബോക്സിലൊക്കെ ആക്കി ഇങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് പിന്നീട് എക്സാമിന് ഓരോ ഫീച്ചേഴ്സൊക്കെ പഠിക്കാൻ സുഖമായിരിക്കും. The atmospheric layers and their features are given below. അറ്റ്മോസ്ഫിയറിക് ലെയറും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാനാണ്. അതിൽ ഒന്നാമത് വരുന്നത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയറിൽ എന്താണ്, എയർ മോളിക്യൂൾസ് ഗ്രാജ്വലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻ ടു സ്പേസ് ആണ്. ദെൻ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ എന്താണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ദെൻ മീസോസ്ഫിയർ, ദ ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ദ ലെയർ വേർ മെറ്റേഴ്സ് ബേൺ ടു ആഷ്. ഇത് രണ്ടും മീസോസ്ഫിയറിൽ ഉൾപ്പെടുത്താം. ദെൻ സ്ട്രാറ്റോസ്ഫിയറിന് എന്താണ്, സോൺ വേർ ഓസോൺ ഈസ് പ്രസൻറ്റ്. ഓസോൺ പാളിയുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ദെൻ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ വരുന്നത് ദ ലെയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് സെർട്ടൈൻ റേറ്റ് അക്കോർഡിംഗ് ടു ഇൻക്രീസ് ഇൻ ഹൈറ്റ്. പിന്നെ താഴെ ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട് ലൊക്കേറ്റഡ് അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 80 to 400 കിലോമീറ്റർ. ഇത് നമുക്ക് വേണമെങ്കിൽ അയണോസ്ഫിയർ എന്നുള്ളതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. We have discussed the Earth's interior, atmosphere, atmospheric layers and their characteristic. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? എർത്തിൻ്റെ ഉൾഭാഗം, അതിൻ്റെ അറ്റ്മോസ്ഫിയർ, ഇനി അറ്റ്മോസ്ഫിയറിൽ ഓരോ ലെയേഴ്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഒരു അറ്റ്മോസ്ഫിയറിക് ആൻഡ് ടെറസ്ട്രിയൽ ഫീച്ചേഴ്സൊക്കെ എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് ഇൻ ദ സർവൈവൽ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് ദ എർത്ത്. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫാക്ടേഴ്സൊക്കെ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. പ്രിപ്പയർ എ മോഡൽ ഓഫ് എർത്ത് സ്ട്രക്ചർ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ സയൻസ് ലാബ്. നിങ്ങളുടെ സയൻസ് ലാബിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഈ എർത്ത് സർഫസിന്, ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോഡൽ ഉണ്ടാക്കാനാണ്. With the help of internet, prepare slides and explain the structure and features of the earth. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി സ്ലൈഡ്സ് PPT ഒക്കെ മേക്ക് ചെയ്തുകൊണ്ട് എന്താണ് എർത്തിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്കിൽ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാനാണ് അടുത്ത ആക്ടിവിറ്റി. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനും കുറച്ച് ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.